ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതെൻ്റെ ഫ്രണ്ട് നീനു ചേച്ചി. ഞങ്ങൾ ഇന്ന് യൂണിയിൽ വന്നേക്കുവാണ്. ഞങ്ങൾക്കിന്ന് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇത് ഞങ്ങളുടെ ലൈബ്രറി ഫസ്റ്റ് ഡേ ആണ്. വലിയ ഡെസേർട്ടേഷൻ ഞങ്ങൾക്ക് ഡെസേർട്ടേഷൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ്. എല്ലാവരും വന്നേന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് വന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലൈബ്രറിയുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇരുന്ന് പുറത്തുകൂടെ ആരൊക്കെ വരുന്നുണ്ടെന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ ഫ്രണ്ട് ആനന്ദ് ചേട്ടൻ വിളിച്ചിട്ട് ചോദിച്ചു ഞങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചു. ഞങ്ങൾ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തു. ഓരോരുത്തരായിട്ട് വരുന്നതേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ബിൽഡിങ് തപ്പിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്ക് തെറ്റിപ്പോയി, കണ്ടിട്ടില്ല. ഞങ്ങൾക്ക് ഇതുവരെയും ക്ലാസ് നടന്ന ബിൽഡിങ്ങിലല്ല ഇനി ക്ലാസ്. ഞങ്ങൾക്ക് ബിൽഡിങ് മാറിപ്പോയി. ഞങ്ങളിപ്പോൾ ഏതൊരു ബിൽഡിങ് വന്ന് നിൽക്കുക. അനന്തു ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ചുകൂടെ ഉണ്ട്. ഈ വരുന്നവർക്ക് ഒട്ടും ഇല്ലാത്തോണ്ട് ക്ലാസ്സിന് വരും. ID കാർഡ് പോലും ഞങ്ങൾക്ക് ID കാർഡ് എല്ലാം ഇട്ടിട്ടായിരുന്നു. എന്ത് ചെയ്യാനല്ല, പഠിക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് ക്ലാസ്. ഞങ്ങൾ ടോപ്പേഴ്സാണ്. അവസാനം ഞങ്ങൾ ലൊക്കേഷൻ ഇട്ടിട്ട് ആ ലൊക്കേഷൻ നോക്കി പോവാണ്. ഒരുപാട് സ്ഥലമുണ്ട്, ആവശ്യം പോലെ എല്ലാവരും കളിച്ചു. ഞങ്ങൾ കറക്റ്റ് സമയത്ത് 10:45 വന്നത്. ഇവരൊക്കെ ഇങ്ങനെ 11 മണിക്ക് 10:30 വന്നതാണ്. ഞാൻ 4.5 മണിക്കൂർ ട്രാവൽ ചെയ്ത് കഷ്ടപ്പെട്ടിട്ടാ ക്ലാസ്സിന് വരുന്നത്. ഒടുക്കത്തെ തണുപ്പാണ് ഇവിടെ. ഞങ്ങൾ പറന്നു പോകുന്നതൊക്കെ തണുപ്പ്. പക്ഷെ വേറെ ആരും ഇരുന്നില്ല. ഇവരുടെയൊക്കെ കല്യാണമാണ്. ഇവരൊക്കെ നാട്ടിൽ പോവാ. അപ്പൊ ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഒന്നിച്ച് എല്ലാരും കൂടെ കല്യാണം ടിക്കറ്റിന്റെ പൈസയും പിന്നെ ബാലൻസ് ഉള്ള എല്ലാത്തിനും കൂടെ ഞങ്ങളുടെ കല്യാണത്തിന് പ്രസന്റ് ആയിട്ട് തരുമെന്ന് ഞാൻ ഒടുക്കത്തെ കാറ്റ് ഇവിടെ. അതെ, തപസ്സിരിക്കാൻ പോകുന്ന കാറ്റ്. ഈ കൂട്ടത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ കുഞ്ഞിത്. ബാക്കി എല്ലാരും നടന്ന് സ്റ്റുഡൻറ് യൂണിയൻ എത്തിയതേ ഉള്ളൂ. അതാണ് ഞങ്ങളുടെ സ്റ്റുഡൻറ് യൂണിയൻ. ഇനിയും കുറച്ച് പോയാൽ മാത്രമേ ഈ ക്യാമ്പസ് നമ്മുടെ ഏറ്റവും എൻഡിലുള്ള ക്യാമ്പസാണ്. ഞങ്ങൾക്ക് അവിടെ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് അറിയത്തുമില്ല. എൻ്റെ മുന്നും ഈ തണുപ്പ് കാറ്റാറാൻ ഞങ്ങൾക്ക് നടക്കാൻ വയ്യ. പണ്ട് ഞങ്ങൾ കാറ്റിരിക്കുമ്പോൾ കമ്പി പിടിച്ചായിട്ട് ഞാൻ നിൽക്കുന്നത്. ഈ വരുന്ന ചെക്കൻ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എന്തോ അനിൽ കളവാണ്. ഇവിടെ ഒരാൾ കൈ ടാറ്റു അടിച്ചിട്ടുണ്ട്. ഒന്ന് കാണിച്ചേ. This is 300, this is 200. കൊള്ളാം. ഇതപ്പോ എന്നടിച്ചതാ? ഇത് ഇന്നലെ അടിച്ചതേ ഉള്ളൂ. നോക്കട്ടെ, നേരെ പോയി കാണുന്നില്ല. നിങ്ങൾ തിരിച്ചു. ഇതൊരു 3-4 ഡിസൈനും കൂടെ മിക്സ് ചെയ്ത് മറ്റേന്റെ പക്ഷെ കളർ പോയിട്ടുണ്ട്. ഹീലായി ഇപ്പൊ 3 മാസമായി. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമുക്കിത് റിപ്പീറ്റ് അടിക്കാൻ പറ്റും. റിപ്പീറ്റ് അടിച്ചു കഴിഞ്ഞാല് ഇതിനെക്കാട്ടി പകുതി പൈസ, ഏകദേശം 50 പൗണ്ട് 5000 രൂപ. ഞങ്ങൾ ക്ലാസ്സിന് കയറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം ബിൽഡിംഗ് കണ്ടുപിടിച്ച് എത്തിയപ്പോൾ തന്നെ ക്ലാസ് ഓൾറെഡി തുടങ്ങി. പിന്നെ ഞാൻ ഫുള്ള് ഫ്രണ്ട്സിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോയി കുഴിമന്തിയാണ് കഴിച്ചേ. അപ്പം എൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഞാൻ എന്താ എൻ്റെ ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പം തിരിച്ച് പോകാൻ വേണ്ടി പോകണം. ഇവിടുന്ന് ഒരു 4.5 hours ജേർണിയാണ്, ട്രാവലുള്ളത്. അപ്പം എനിക്ക് ആഴ്ചയിൽ ഒരു വീക്കേ ക്ലാസ് ഉള്ളൂ, ഡെസേർട്ടേഷൻ. അപ്പം എനിക്കിപ്പോൾ ക്ലാസ് ഇപ്പോൾ തീരാറോ ആയല്ലോ. അപ്പം രാവിലെ 5:30 നമ്മൾ ഇവിടെ വരണം. അപ്പോൾ അവിടുന്ന് 5:30 ആകുമ്പം ഇറങ്ങണം. എങ്കിലേ ഇവിടെ ഒരു 10:15 10:30 ആകുമ്പോൾ എത്തത്തുള്ളൂ കറക്റ്റ്. അപ്പോൾ കറക്റ്റ് നമുക്ക് 11 മണിയാകുമ്പോൾ ക്ലാസ്സിന് കയറാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇനിയിപ്പോൾ 3 ക്ലാസ്സും കൂടെ അല്ലാതെ ഉണ്ട്. ഇനി അസൈൻ ചെയ്യാത്ത ഒരു 10 hour ഉണ്ട്. അപ്പോൾ നമുക്കൊരു 10 ക്ലാസ് ആയിട്ട് അതും കൂടെ കാണും. അപ്പോൾ കോഴ്സ് കഴിയും. കണ്ടു എൻ്റെ ഇവിടെ ഒരു പാട്. അത് എനിക്കിങ്ങനെ നാട്ടിൽ പോട്ടെന്ന് വന്നപ്പം എനിക്ക് ക്ലൈമറ്റ് ചേഞ്ച് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ പൊഴിഞ്ഞിളകി. അപ്പം ഞാൻ അവിടെ ദേഷ്യം വന്നിട്ട് പേസ്റ്റ് എടുത്ത് തേച്ചു കൊടുത്തു. അങ്ങനെ സംഭവിച്ചു, പൊള്ളിപ്പോയി. അപ്പം ഞാൻ മറ്റേ കുങ്കുമാതി ലേബ് ഇട്ടത് മാറ്റിയെടുക്കുന്നത്. നല്ല വെയിലുണ്ട്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒടുക്കത്തെ മഴയായിരുന്നു. ഭയങ്കര കാറ്റൊക്കെ ആയിരുന്നു. എന്തോ ഒരു കൊടുങ്കാറ്റുണ്ടായെന്നൊക്കെ പറയുന്ന കേട്ടോ. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായിരിക്കും ഇങ്ങനെ കാറ്റും ഒരുമാത്ത ക്ലൈമറ്റ്. ഒടുക്കത്തെ തണുപ്പുമായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ നാളത്തേക്ക് കഴിക്കാൻ വേണ്ടി ഒരു ബിരിയാണിയും വാങ്ങി. മറ്റേ ചായ്വാല എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് ബിരിയാണി വാങ്ങിയേ. ഇവിടെ തന്നെ നമുക്ക് ക്ലീവ്ലാൻഡും എല്ലാം അടുത്ത് തന്നെ ഉണ്ട്. പിന്നെ സ്റ്റുഡൻറ്റ് അക്കോമഡേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആഷ് ബ്രൂക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ഞാൻ വന്നപ്പോൾ ആദ്യം നിന്നത്. ഇവരുടെ ഒരു ടെറസ്റ്റ് ഹൗസിലാണ്. ഇതാണ് നമ്മുടെ മിഡിൽസ്ബ്രോ ടൗൺ. ഇവിടെ എല്ലാ ഷോപ്പുകളും ഉണ്ട്. ഇന്ത്യൻ, ചൈനീസ് അങ്ങനെ എല്ലാം ഉണ്ട്. ഇതാണ് യൂണിവേഴ്സിറ്റി. എവിടെ നോക്കിയാലും നമുക്ക് അപ്പോൾ ഇവിടെ നല്ല ബ്രോസ്റ്റഡ് ചിക്കൻ കണക്കത്തെ ചിക്കൻ കിട്ടും. അപ്പോൾ എനിക്കത് കഴിക്കാൻ ഭയങ്കര കൊതി. അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് ആ ചേട്ടൻ വാങ്ങിച്ചരുന്നുണ്ട്. ഞങ്ങൾ പോയി അത് ഇനിയിപ്പോൾ വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ ഇനി അത് വാങ്ങിക്കണം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നല്ല ഇത്രയും നേരം വെയിലല്ലായിരുന്നു. ഇപ്പം നോക്കൂ, ഒരുമാത്ത ക്ലൈമറ്റായി. ഭയങ്കര ഒഴുക്കത്ത മഴ, നല്ല മഴയായിരുന്നു. മഴ, വെയിൽ, അങ്ങനത്തെ ക്ലൈമറ്റ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കണ്ടോ ഇപ്പം നല്ല വെയിൽ.
കാരണം നമുക്ക് നല്ല രസം സ്കൈ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് അങ്ങോട്ട്. ഇത് സൈഡിലോട്ട് നല്ലൊരു പർപ്പിൾ കളറൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ റെയിൻബോ കണ്ടോ. പിന്നെ നല്ല റോഡാണ്, നമുക്കതുകൊണ്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും, ഇടയ്ക്ക് മാത്രം ഒരു റൗണ്ട് അബൌട്ട് അങ്ങനെ എന്തെങ്കിലും കാണത്തുള്ളൂ. സൈഡിലൊക്കെ കണ്ടോ വയൽ, അവിടെ മറ്റേ നമ്മുടെ ചെമ്മരിയാടൊക്കെ. ഇതാണ് റൗണ്ട് അബൌട്ട്. ഇനിയിപ്പം ഇടയ്ക്ക് മാത്രമേ ഉള്ളൂ വീണ്ടും നമുക്ക് സ്ട്രെയിറ്റ് റോഡ്. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതാ ഞാൻ വാങ്ങിച്ച ബ്രോസ്റ്റഡ് ചിക്കൻ, നല്ല ടേസ്റ്റാണ്. 8 പീസിന് എന്തോ 4 പൗണ്ടേ ഉള്ളൂ. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവേഴ്സ് നോക്കുന്നുണ്ട്, 3 മണിക്കൂർ ഇനിയും കാണിക്കുന്നുണ്ട്. കണ്ടോ ഒടുക്കത്തെ ബ്ലോക്കാണ്. കാരണം ഈ ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിൽ പോകുന്ന സമയമാണ്. അപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ബ്ലോക്കിലാവുമ്പോൾ വീണ്ടും അവേഴ്സ് കൂട്ടി കാണിക്കും. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് പോയി കണ്ടോ പെട്ടെന്ന് ഇരുട്ടും. ഇത് അവിടുത്തെ ഏതോ ഒരു നല്ലൊരു ബ്രിഡ്ജാണ്, നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ ഞാൻ എൻ്റെ വീഡിയോ എടുത്ത് വെച്ചത്. എൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്തോ ഒരു കോമഡി പേരായിരുന്നു അതിൻ്റെ പേര്, ഞാൻ അത് മറന്നുപോയി. പിന്നെ അവിടെ ഒരു ഫ്ലാഗ് ഒക്കെ കുത്തിവെച്ചിട്ടുണ്ട്. അങ്ങനെ ലാസ്റ്റ് വീട്ടിലെത്തി കേട്ടോ. അതൊന്നും വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അധികം. എന്നെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമോ, കാരണം ഞാൻ ഇന്നലെ വന്നിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ഞാൻ അപ്പോൾ രാവിലെ വീഡിയോ എടുക്കുന്നത്, കാരണം ഇന്നലെ വന്ന് ടയേർഡായി പോയി. നമ്മൾ ലേറ്റായില്ല, ഒരു 8:30 ഇപ്പോൾ വന്നു. പക്ഷെ രാവിലെ എണീറ്റിട്ട് പോയതായതുകൊണ്ട് എനിക്ക് പിന്നെ രാത്രി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇന്നത്തേക്കും കൂടെ ഫുഡ് വാങ്ങിയിട്ടാണ് വന്നത് അവിടെ ഞാൻ കുറച്ച് നാളുള്ളതുകൊണ്ട് ഞാൻ അവിടുത്തെ ഫുഡുകളൊക്കെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ കുറേ ഫുഡൊക്കെ വാങ്ങിച്ചു, അതൊക്കെ കൊണ്ടുവന്നു. ഇനിയിപ്പോൾ അടുത്തോട്ട് പോകുമ്പം ബാക്കി കഴിക്കാത്ത ഫുഡുകളും കൂടെ കഴിക്കണം. പിന്നെ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന 2 ക്രീമുകളുണ്ടായിരുന്നു. മീൻസ് അതിൻ്റെ തന്നെ ഞാൻ ഫേസ് വാഷും സ്ക്രബ്ബറും ഒക്കെ അതിൻ്റെ തന്നെ യൂസ് ചെയ്തിട്ടുള്ളൂ. മറ്റേ ബ്യൂട്ടി ഫോമുല എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നിൻ്റെ. അപ്പോൾ അതിൻ്റെ ബ്രൈറ്റനിങ് വിറ്റമിൻ സിയുടെ ഡെയിലി മോയ്സ്ചറൈസറും വാങ്ങിച്ചു ഞാൻ. അതിൻ്റെ തന്നെ സ്ക്രബ്ബറും വാങ്ങിച്ചു. എനിക്ക് എൻ്റെ ഫേസ് വാഷ് കിട്ടിയില്ല. ഇനി അടുത്ത വട്ടം പോകുമ്പോൾ എനിക്കത് വാങ്ങണം. ഇത് നമുക്ക് ഓൺലൈനാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് വരും. ആ ഷോപ്പ് ഇവിടെ നോവിച്ചിലില്ല, മിഡിൽ സ്പ്രോയിൽ ആ ഷോപ്പുള്ളൂ. അപ്പോൾ ആ ഷോപ്പിൽ നമുക്ക് ബോഡി കെയറിൻ്റെ ഒരു ഷോപ്പാണ്, അതിൻ്റെ പേരും ബോഡി കെയറിനാണ്. അപ്പോൾ അവിടെ ഫുൾ എല്ലാ ഐറ്റംസും ഉണ്ട്, നല്ല റേറ്റും കുറവാണ്, നല്ല എല്ലാ ക്രീമുകളും നല്ലതാണ്. അപ്പോൾ എനിക്ക് പക്ഷേ എൻ്റെ ബോഡിക്ക് ഇതേ ചേരത്തുള്ളൂ. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ക്രീമാണ് യൂസ് ചെയ്തത്. അപ്പോൾ നാട്ടിൽ പോകുമ്പോഴും നമുക്ക് ഈ ഒരു ക്രീം ഇട്ടിട്ട് ഞാൻ കുറച്ച് പൗഡർ ഇങ്ങനെ തൂക്കും, അത് മാത്രം മതി. അപ്പോൾ നമുക്ക് നല്ല കറക്റ്റ് ഇങ്ങനെ അത് ഫുൾ ആ ഒരു ഡേ ഫുള്ള് നിൽക്കും ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ ആ ഫുള്ള് ഒരു ഡേ നിൽക്കും ചെയ്യും. നമുക്ക് എന്തൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യും, ഒരു ചെറിയൊരു ബ്രൈറ്റനിങ്ങും ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമ്മൾ അതിൻ്റെ ഫേസ് വാഷ് ഇടുക, സ്ക്രബ്ബർ ഡെയിലി ഇടണ്ട, ഒരു വീക്കിൽ 2 വട്ടമൊക്കെ ഇട്ടാൽ മതി. പക്ഷേ ഫേസ് വാഷ് എന്നും രാവിലെ ഇട്ടും പിന്നെ നമുക്ക് വൈകിട്ട് വന്നിട്ടും ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ട് ഇരുന്നാൽ നല്ലൊരു ബ്രൈറ്റനിങ് വരും. അപ്പോൾ ഞാൻ അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ തീർന്നപ്പോൾ എനിക്കൊരു വിഷമം. അപ്പോൾ ഇത് വാങ്ങി ഇനിയിപ്പം ഇത് ലാസ്റ്റ് ക്ലാസ്സിലാകുമ്പോൾ ഒന്നും കൂടെ വാങ്ങണം എന്ന് എനിക്കുണ്ട്, ഇല്ലെങ്കിൽ പിന്നെ പോകത്തില്ലല്ലോ അങ്ങോട്ട്. അപ്പോൾ ഇതൊക്കെ ഉള്ളൂ. ഇനിയിപ്പം സമയം 11:30 12 മണി ഏകദേശമായി. ഇനി ഞാൻ രാവിലെ അപ്പോൾ നഗറ്റ്സും ചായയാണ് കുടിച്ചത്. എന്നിട്ട് ഇന്നലെ ഞാൻ പോയപ്പോൾ സബ്വേന്ന് പിന്നെ വാങ്ങിച്ച് കഴിച്ചു. പെട്ടെന്ന് കഴിച്ചിട്ട് മഴ ആയതുകൊണ്ട് പിന്നെ നിർത്താനോ വീഡിയോ എടുക്കാനോ പറ്റില്ല. ഞാൻ പെട്ടെന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഓർത്തത് തന്നെ വീഡിയോ എടുത്തില്ലല്ലോ ഒന്നും. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പോകുമ്പോഴും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കാം. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബിൽഡിങ് വേറെ ഇത്രയും നാളും ക്ലാസ് നടന്ന ബിൽഡിംഗ് അല്ല. അപ്പോൾ ഞങ്ങൾ ബിൽഡിങ് കണ്ടുപിടിച്ചെത്തിയപ്പോൾ തന്നെ 11 സംതിങ് ആയി. അപ്പോൾ പിന്നെ ക്ലാസ് ഓൾറെഡി തുടങ്ങി. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും കൂടെ ആ ബിൽഡിങ്ങിൽ തന്നെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞാൻ പോകേണ്ടിയിട്ട് ഞാൻ പിന്നെ പെട്ടെന്ന് അങ്ങ് ഇറങ്ങി, അതുകൊണ്ട് അങ്ങനെ വീഡിയോസൊന്നും എടുത്തില്ല. അപ്പോൾ ഇനി അടുത്ത വട്ടം ഞാൻ കുറച്ചും കൂടെ നേരത്തെ പോയിട്ട് ബിൽഡിംഗ് ഇപ്പോൾ അറിയാമല്ലോ നമുക്ക്. അപ്പോൾ പിന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ പിന്നെ ആ പേഴ്സണൽ ട്യൂട്ടറിനെ അസൈൻ ചെയ്ത് തരും. അപ്പം അവർ ചിലപ്പോൾ ഓൺലൈൻ ആക്കി തരും, അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഓഫ്ലൈൻ ആവും, അങ്ങനെയുണ്ട്. അപ്പം അതൊക്കെ ഞാൻ ഇനി നോക്കണം. മെയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.